തിരുവനന്തപുരം വിതുരയിൽ കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞു. ആദിവാസി യുവാവ് മരിച്ച സംഭവത്തിൽ ആംബുലൻസിന് ഫിറ്റ്നസും ഇൻഷുറൻസും ഇല്ലായിരുന്നുവെന്ന കോൺഗ്രസ് വാദം പൊളിയുന്നു. ആംബുലൻസിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഇൻഷുറൻസും ഉണ്ടെന്ന തെളിവുകൾ കൈരളി ന്യൂസിന്. അതേസമയം വിതുര HMC അംഗം ലാൽ റോഷി ഉൾപ്പെടെ 10 പേർക്കെതിരെ കേസെടുത്തു. ഹോസ്പിറ്റൽ ആക്ട് അനുസരിച്ച് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ കമലേഷ് തെക്കേക്കാടുണ്ട്. കമലേഷ്, ഒരു ജീവനെടുത്തതിന്റെ ഉത്തരവാദിത്വം പ്രധാനമായും കോൺഗ്രസിനുണ്ട്. ഈ ആംബുലൻസിന് ഫിറ്റ്നസ് ഇല്ല എന്നുള്ളതായിരുന്നു അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വാദം. പക്ഷേ ഫിറ്റ്നസ് ഉണ്ട് എന്നുള്ള വിവരങ്ങളുണ്ട്, ആ നിലയിലുള്ള തെളിവുകളുണ്ട്. ഇപ്പോൾ 10 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസും എടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാകും കോൺഗ്രസിന്റെ നീക്കങ്ങൾ? വിവരങ്ങൾ. തീർച്ചയായും ഈ വിഷയത്തിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. കോൺഗ്രസ് ഉന്നയിച്ച വാദങ്ങളെല്ലാം പൊള്ളയായിരുന്നു, കള്ളമായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളും വിവരങ്ങളുമാണ് അല്ലെങ്കിൽ തെളിവുകളുമാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ ഈ വാഹനത്തിന് ആംബുലൻസിന് ഫിറ്റ്നസ് ഇല്ല, ഇതിന് ഇൻഷുറൻസ് ഇല്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങൾ. ഈ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് സമരം നടത്തുകയും ചെയ്തത്. അവർ ഈ രോഗി ഗുരുതരാവസ്ഥയിലാണ് എന്ന് കാലു പിടിച്ച് പറഞ്ഞിട്ടും ആ വാഹനം കടത്തിവിടാൻ കോൺഗ്രസ് തയ്യാറായില്ല. എന്നാൽ ഈ വാദങ്ങളെല്ലാം, അതായത് കോൺഗ്രസ് ഉന്നയിച്ച വാദങ്ങളെല്ലാം കള്ളമായിരുന്നു എന്നതാണ് ഈ രേഖകൾ, അതായത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. ഈ വാഹനത്തിന്, അതായത് ഈ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞ വാഹനത്തിന് 2025 സെപ്റ്റംബർ 29 വരെ ഫിറ്റ്നസ് കാലാവധി ഉണ്ട് എന്നാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം 2026, അതായത് അടുത്ത വർഷം ജൂലൈ 16 വരെ ഇതിന് ഇൻഷുറൻസും ഉണ്ട് എന്ന് ഈ രേഖകൾ വ്യക്തമാക്കുന്നു. ഇതോടുകൂടി, ഈ തെളിവുകൾ പുറത്തു വന്നതോടുകൂടി കോൺഗ്രസ് കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ് എന്നതാണ് സാഹചര്യം. കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്തെ ആശുപത്രികളെല്ലാം അതിന്റെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാണ്, തകർച്ചയിലാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായ ചില സമരങ്ങൾ കോൺഗ്രസ് ചെയ്യുന്നുണ്ട് പല ആശുപത്രികളുടെയും മുന്നിൽ. അത്തരം ഒരു വേദിയാക്കി, ഒരു സമരത്തിനുള്ള വേദിയാക്കി ഈ ആശുപത്രി മാറ്റുകയായിരുന്നു എന്ന് വേണം കരുതാൻ. അതിന്റെ ഭാഗമായാണ് ഒരു കാര്യവുമില്ലാതെ ഈ ആംബുലൻസ് തടയുന്ന സാഹചര്യം ഉണ്ടായത്. അതോടുകൂടി ഒരു ജീവനാണ്, വിലപ്പെട്ട ഒരു ജീവനാണ് നഷ്ടമായിട്ടുള്ളത് എന്നതാണ് സാഹചര്യം. ഏതായാലും ഈ ആംബുലൻസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ 10 പേർക്കെതിരെ, അതായത് DCC ജനറൽ സെക്രട്ടറി ലാൽ റോഷി ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അത്യാഹിത വിഭാഗത്തിൽ വന്ന രോഗിയെ ആംബുലൻസിൽ കയറ്റാൻ സമ്മതിക്കാതെ സംഘം ചേർന്ന് തടഞ്ഞതിനും മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ആശുപത്രി ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ, ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനുമാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ ആശുപത്രി സംരക്ഷണ നിയമം ഉൾപ്പെടെ ചുമത്തി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് എന്നതാണ് സാഹചര്യം. ഏതായാലും കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. നാടിന് നന്മ ചെയ്യേണ്ട, അല്ലെങ്കിൽ ആ നിലയിൽ പ്രവർത്തിക്കേണ്ട ഒരു സംഘടന, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന, ഒരാളുടെ ജീവൻ എടുക്കുന്ന നിലയിൽ തീർത്തും നിരുത്തരവാദപരമായി ആംബുലൻസ് തടയുന്ന നിലയിലേക്കുള്ള ഒരു സമരത്തിലേക്ക് പോയത് ദൗർഭാഗ്യകരം. അതുകൊണ്ട് ഒരു ജീവനാണ് നഷ്ടമായത് എന്നുള്ളതാണ് സാഹചര്യം. അതിനുവേണ്ടി കോൺഗ്രസ് നിരത്തിയ വാദങ്ങളെല്ലാം പച്ചക്കള്ളമായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുകയാണ്. ശരി കമലേഷ്, എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആരോഗ്യ മേഖലയ്ക്കെതിരെയൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ ചില ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിലയിൽ തന്നെയാണ് കോൺഗ്രസിന്റെ ഈ പ്രതിഷേധത്തെയും കാണേണ്ടത് എന്നുള്ളതാണ്. എന്തായാലും ആംബുലൻസിന് ഫിറ്റ്നസ് ഇല്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസ് ഉയർത്തിയ പ്രധാന വാദം. പക്ഷേ 2025 സെപ്റ്റംബർ വരെ ഈ ആംബുലൻസിന് ഫിറ്റ്നസ് ഉണ്ട് എന്നുള്ളതൊരു വാസ്തവം കൂടിയാണ്. എന്തായാലും നിലവിൽ 10 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസും എടുത്തിട്ടുണ്ട്. ഇനി കോൺഗ്രസിന്റെ നീക്കങ്ങൾ അത് നിർണായകമാണ്. കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകിയത്.